അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾ ആൻഡ് പെട്രോളിയം എന്ന പാഠമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ അതിൽ ഫ്യൂവൽസിനെ കുറിച്ച് പറഞ്ഞു, വ്യത്യസ്ത തരം ഫ്യൂവൽസിനെ കുറിച്ച് പറഞ്ഞു. അത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, കോള്, പെട്രോളിയം, ഇതുപോലുള്ള പലതരം ഡീസൽ, അങ്ങനെയുള്ളൊക്കെ ഫ്യൂവൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെയും പറയുന്നത് നമ്മൾ വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫ്യൂവൽസ് നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ ഫ്യൂവൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവശ്യത്തിനുള്ള ഫ്യൂവൽസ് ഉണ്ട്. എന്തായാലും വുഡ്, കോള്, ചാർക്കോൾ, പെട്രോൾ, ഡീസൽ, കംപ്രസർ, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ CNG, ഇതൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്കുമായിട്ട് ഈ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പഷൻ ആൻഡ് ഫ്ലെയിം, ചാപ്റ്റർ 6 കമ്പഷൻ ആൻഡ് ഫ്ലെയിം. എന്താണ് നമ്മൾ അഗ്നിബാധ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് കത്തുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഫ്ലെയിം എന്ന കമ്പഷൻ ആൻഡ് ഫ്ലെയിം, അഗ്നിബാധ, അതുപോലെ ഫ്ലെയിമോട് കൂടെ കത്തുന്ന വസ്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മുൻകഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്യാൻഡിൽ ബേൺ ചെയ്യുന്നതും അതുപോലെ കോൾ ബേൺ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പോഴും കോൾ ബേൺ ചെയ്യുമ്പോഴും വ്യത്യാസം എന്താ? നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാൻഡിൽ ബേൺ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ക്യാൻഡിൽ ബേൺസ് വിത്ത് എ ഫ്ലെയിം വേർ കോൾ ഡസ് നോട്ട്. ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലെയിം കാണാൻ സാധിക്കും, ഒരു ലൈറ്റും കാണാം, അതുപോലെ ഹീറ്റും ഉണ്ടാവും അല്ലേ? അതേസമയം കോള് ബേൺ ചെയ്യുന്ന അവസരത്തിൽ ലൈറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല, വെറും ഹീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വ്യത്യസ്ത വസ്തുക്കളെ കത്തിക്കുന്ന അവസരത്തിൽ, ബേൺ ചെയ്യുന്ന അവസരത്തിൽ ഫ്ലെയിമോട് കൂടെ കത്തുന്ന വസ്തുക്കളുണ്ട്, ഫ്ലെയിം അല്ലെങ്കിൽ ഫ്ലെയിം ഇല്ലാതെ, ലൈറ്റ് ഇല്ലാതെ കത്തുന്ന വസ്തുക്കളുണ്ട്. അതിനെക്കുറിച്ചുള്ള കെമിക്കൽ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഇനി ക്ലാസ്സിൽ പറയാം. വാട്ട് ഈസ് കമ്പഷൻ? എന്താണ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന പാഠത്തിൽ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മഗ്നീഷ്യം റിബൺ റിയാക്ട് വിത്ത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താകുന്നു? ബേൺ ചെയ്യുന്നു. അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മഗ്നീഷ്യം ഓക്സൈഡ് ആവുന്നു അല്ലേ? ലേൺ ദാറ്റ് മഗ്നീഷ്യം ബേൺസ് ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അത് മഗ്നീഷ്യം ഓക്സൈഡ് ആവുമ്പോൾ ബേൺ ചെയ്യുന്ന അവസരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണാം ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ എന്താവുന്നു? അവിടെ ബേൺ ചെയ്യുന്ന അവസരത്തിൽ മഗ്നീഷ്യം ഓക്സൈഡ്, നമ്മൾ പറഞ്ഞു എയറുമായിട്ട് എപ്പോഴും റിയാക്ട് ചെയ്യുന്ന അവസരത്തിൽ ആദ്യമുള്ള കണ്ടീഷൻ ഓക്സിജനാണ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എപ്പോഴും ബേൺ ചെയ്യുന്നത്. എയറുമായിട്ട് മഗ്നീഷ്യം ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ്. അതേ അവസരത്തിൽ അതേ അവസ്ഥ നമുക്ക് എന്താക്കാം? ബേൺ ചെയ്യുന്ന അവസരത്തിൽ ഒരു ചാർക്കോൾ നമുക്ക് എന്താക്കാം? ബേൺ ചെയ്യാം. എങ്ങനെ? ഹോൾഡ് ദ പീസ് വിത്ത് എ പെയർ ഓഫ് ടങ്സ് ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ ഫ്ലെയിം ഓഫ് എ കാൻഡിൽ ഓർ ബൺസൺ ബേർണർ. നമ്മൾ ചാർക്കോൾ ബേൺ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ക്യാൻഡിൽ, കത്തി ജ്വലിക്കുന്ന ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ചാർക്കോൾ നമ്മൾ എന്താക്കുന്നു? ഒരു ടങ്സ് ഉപയോഗിച്ച് പിടിക്കുന്നു. ആ അവസരത്തിൽ ചാർക്കോൾ കത്തുന്ന അവസരത്തിൽ ചാർക്കോളിൽ നിന്നുണ്ടാകുക കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ പ്ലസ് ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അവിടെയും എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അവിടെയും ഹീറ്റ് ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്ത്, കാരണം അവിടെ എന്താ? ക്യാൻഡിലുണ്ട്. ക്യാൻഡിലിന് ബേൺ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കോളും ക്യാൻഡിലിൻ്റെ വ്യത്യാസം എന്താ? അവിടെ ലൈറ്റ് പ്ലസ് ഹീറ്റ് ഉണ്ടാവും, കോളിൽ ഉണ്ടാവില്ല. ഇവിടെ എന്താകും? ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ? എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗീവ് ഓഫ് ഹീറ്റ് ഈസ് കാൾഡ് കമ്പഷൻ.
ഒരു കെമിക്കൽ, ഒരു രാസപ്രവർത്തനം ഇൻ വിച്ച് സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനമാണ് കമ്പഷൻ. ടു ഗീവ് ഓഫ് ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനുമായിട്ട് ഒരു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ രാസപ്രവർത്തന കമ്പഷൻ. ഏത് വസ്തുവാകട്ടെ, ഒരു വസ്തു ഓക്സിജനുമായിട്ട്, അതായത് എയറിൽ റിയാക്ട് ചെയ്താൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന അവസരത്തിൽ എന്താകും? ഹീറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ കൂടെ ഫ്ലെയിമും ഉണ്ടാകും. ഹീറ്റ്, ഫ്ലെയിം, അല്ലെങ്കിൽ ഹീറ്റ് മാത്രം. ഇങ്ങനെ ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിന്, ആ കത്തൽ എന്നുള്ള പ്രവർത്തനത്തിനാണ് എന്ത്? കമ്പഷൻ എന്ന് പറയുന്നത്. The substance that undergoes combustion is said to be combustible. It is also called a fuel. നമ്മൾ ഇവിടെ പറഞ്ഞു മഗ്നീഷ്യം റിബൺ അല്ലേ, അത് മഗ്നീഷ്യം ഓക്സൈഡ് ആവുന്നു. ആ മഗ്നീഷ്യം റിബൺ ആണ് ഇവിടെ കത്തുന്നത്. അതുപോലെ ചാർക്കോള്, കോള്, ക്യാൻഡിൽ, ഇതിലൊക്കെ ക്യാൻഡിൽ വാക്സ് ആണ് കത്തുന്നത്. ചാർക്കോള് കത്തുന്നു അല്ലേ, അതുപോലെ കോള് കത്തുന്നു. അങ്ങനെ ഓരോ വസ്തുക്കളും കത്തുന്നുണ്ട്. ആ കത്തുന്ന വസ്തുക്കൾക്ക് സബ്സ്റ്റൻസ്, അതിനാണ് നമ്മൾ പറഞ്ഞു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്ത് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു. അവിടെ പറയുന്ന ആ സബ്സ്റ്റൻസ് നമ്മൾ എന്താകുന്നു? കമ്പസ്റ്റിബിൾ എന്ന് പറയുന്നത്, അല്ലെ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഫ്യുവൽ ഇന്ധനം എന്ന് പറയുന്നത്, ഫ്യുവൽ എന്ന് പറയുന്നത്. ദ ഫ്യുവൽ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്യുവൽ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അതുപോലെ സോളിഡ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോള് സോളിഡാണ്, ലിക്വിഡ് പെട്രോൾ ഡീസലൊക്കെ ലിക്വിഡാണ്, അതുപോലെ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് എന്താണ്? ഗ്യാസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടു ഗീവ് ഓഫ് ഹീറ്റ് എന്താ നൽകുന്ന, അതിനാണ് കമ്പഷൻ എന്ന് പറയുന്നത്. സംടൈംസ് ചില അവസരങ്ങളിൽ ലൈറ്റ് ഈസ് ആൾസോ ഗിവൺ ഓഫ് ഡ്യൂറിങ് കമ്പഷൻ്റെ അവസരത്തിൽ ലൈറ്റ് കൂടെ എന്താകും? നൽകാറുണ്ട്. ഐദർ ആസ് ഫ്ലെയിം ഓർ ഗ്ലോ. ഒന്നിരിക്കൽ ഫ്ലെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലോ, ഒരു ജ്വാലയായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പഷൻ്റെ അവസരത്തിൽ ഹീറ്റ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനാണ് കമ്പഷൻ അല്ലേ. ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്ന ആ പ്രവർത്തനം, ഒരു സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്ന അവസരം, അതിനാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ആ കമ്പഷൻ്റെ അവസരത്തിൽ ഹീറ്റ് ഉണ്ടാകും, ചിലതിൽ ലൈറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അവസരത്തിൽ ഇൻ ദ റിയാക്ഷൻ മെൻഷൻ എബവ് മഗ്നീഷ്യം ആർ ചാർക്കോൾ ആർ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി 6.1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറച്ച് വസ്തുക്കളെ കൊടുത്തിട്ടുണ്ട്. വുഡ്, പേപ്പർ, അയൺ, നെയിൽസ്, കെറോസിൻ, സ്റ്റോൺ പീസ്, സ്ട്രോ, ചാർക്കോൾ, മാച്ച് സ്റ്റിക്ക്, ഗ്ലാസ്. ഇവകൾ കമ്പസ്റ്റിബിൾ ആണ്, നോൺ കമ്പസ്റ്റിബിൾ ആണ്. അത് നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ എഴുതി വെക്കണം കേട്ടോ നോട്ട് ബുക്കിൽ. നമ്മൾ പറയാം വുഡ്, മരത്തടികൾ നമ്മൾ കത്തിക്കും അല്ലേ, അപ്പോൾ എന്തായിട്ട് അതെന്താണ്? കമ്പസ്റ്റിബിൾ ആണ്. പേപ്പർ കത്തൂലേ ഏറ്റവും സിമ്പിളായിട്ട്, അതും കമ്പസ്റ്റിബിൾ ആണ്. ഓരോന്നും നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ഈ കോളത്തിൽ അടയാളപ്പെടുത്തണം. ഇവിടെ മുകളിൽ ഒരു ചെറിയൊരു ബോക്സ്, റൈറ്റ്ലി ഇൻ അവർ ബോഡി ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ബൈ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ശരിക്കും നമ്മുടെ ശരീരത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ദഹനത്തെക്കുറിച്ച്, ഡൈജഷൻ അല്ലേ, ഡൈജഷൻ്റെ അവസരത്തിൽ നമ്മുടെ ഓക്സിജനുമായിട്ട് കൂടിക്കലർന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഡൈജഷനൊക്കെ നടക്കുന്നത്. അവിടെയും ഓക്സിജൻ എന്തുണ്ട്? ഒരു പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് ലെറ്റ് us investigate conditions under which combustion takes place. ഇനി ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി 6.2, അതിൽ നാം ഓരോ അവസരങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മളൊരു ലൈറ്റഡ് ക്യാൻഡിൽ ഒരു ടേബിളിൽ എന്താക്കുക, അതായത് ചിത്രത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്നാമത്തതിൽ ഒരു ഗ്ലാസ് ചിമ്മിനി അല്ലേ എടുത്തിട്ടുണ്ട്. താഴെ ഒന്നാമത്തെ എയിൽ ഒന്നാമത്തെ ഗ്ലാസ് ചിമ്മിനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ എയർ പോകാൻ നമ്മൾ സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താകും? നല്ല ഉഷാറായിട്ട് കത്തുന്നു. രണ്ടാമത്തേൽ എന്താകുന്നു? നമ്മൾ താഴെയുള്ള ആ സ്പേസ് ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത്തതിൽ നമ്മൾ മുകളിലും എന്താകുന്നു? എയർ പോകാൻ ഒരു സ്പേസും കൊടുത്തിട്ടില്ല. ആ സമയത്ത് നിങ്ങൾക്കത് കത്തുന്നുണ്ടെന്ന് ഒരു ഫുൾ എന്താക്കുന്നു? കെട്ടുപോയിട്ടുണ്ട്.
അപ്പോൾ മൂന്നും നിങ്ങൾ എന്താക്കും കൃത്യമായിട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ പറയണേ കമ്പഷൻ എയർ ഈസ് നെസസറി. ഇപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തേൽ കണ്ട നമ്മൾ എയർ ഒരിക്കലും അതിലേക്ക് വരാൻ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് അത് ഒരിക്കലും കമ്പഷൻ ഒരിക്കലും ഒരു നിലക്കും കത്തുന്നില്ല. അപ്പോൾ വി ഫൈൻഡ് ദാറ്റ് ഫോർ കമ്പഷൻ എയർ ഈസ് നെസസറി. എയർ നെസസറി അത്യാവശ്യം നമുക്ക് മനസ്സിലായി. അപ്പം ഇവിടെ ആ ഓപ്ഷൻ പറയുന്നത് എയർ ക്യാൻ എൻ്റർ ദ ചിമ്നി ഫ്രം ബിലോ. ഇൻ കേസ് വെൻ എയർ ഡസ് നോട്ട് എൻ്റർ ദ ചിമ്നി ഫ്രം ബിലോ ദ ഫ്ലെയിം ഫ്ലിക്കേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് സ്മോക്ക്. ഒന്നാമത്തേൽ എയർ സിമ്പിളായിട്ട് താഴ്ന്ന് എന്താകുന്നു പ്രവേശിക്കുന്നു. രണ്ടാമത്തേൽ എയർ പ്രവേശിക്കുന്നില്ല, പക്ഷെ എന്താകുന്നു ഫ്ലെയിം ഫ്ലിക്കേഴ്സ് അല്ലേ, ചെറിയ ഫ്ലെയിമിൻ്റെ ഫ്ലിക്കറുകൾ അതുപോലെ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. മൂന്നാമത്തേൽ എന്താകുന്നു ഫ്ലെയിം ഫൈനലി ഗോസ് ഓഫ് കെട്ടുപോകുന്നു ഫ്ലെയിം. ഈ മൂന്നാമത്തെ 6.3 ആക്ടിവിറ്റി നിങ്ങളത് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു പെട്ടിക്കോളം ഇൻ ദി സൺ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയർ റിയാക്ഷൻ. സൂര്യൻ അല്ലേ, സൂര്യപ്രകാശം നമുക്ക് ആ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ താപം അല്ലേ അത് ഏൽക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയർ റിയാക്ഷൻ കാരണത്താലാണ്. യു വിൽ ലേൺ അബൌട്ട് ദ പ്രോസസ് ഇൻ ഹയർ ക്ലാസ്. വലിയ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കും. You might have heard that when the clothes of person catches fire, the person is covered with a blanket to extinguish fire. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് തീ പിടിച്ചാൽ നമ്മൾ എന്താകും ആദ്യം തന്നെ ചെയ്യാറ് എന്നായിരിക്കും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മൂടി അയാളെ ശരീരത്തിൽ കവർ ചെയ്യും. അപ്പം പെട്ടെന്ന് എന്താകുന്ന തീ പിടിക്കുന്ന വസ്തുക്കൾ അല്ലാത്ത പെട്ടെന്ന് തീ പിടിക്കാത്ത വസ്തുക്കൾ നമ്മൾ എന്താക്കും ഉപയോഗിക്കും. ഒരാൾക്ക് തീ പിടിക്കുക എന്നൊക്കെ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തീ പിടിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്താക്കും ആ തീ കെടുത്തും. ഇപ്പം ഇവിടെ പറയുന്നത് ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. മാച്ച് സ്റ്റിക്ക് അത് സ്വന്തമായിട്ട് കത്തുമോ, തീപ്പെട്ടിക്കൊള്ളി സ്വന്തമായിട്ട് കത്തുമോ, അല്ലെങ്കിൽ പേപ്പർ ഒരു തീൻ്റെ അടുത്ത് വെച്ചാൽ പെട്ടെന്ന് കത്തുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വുഡ് ഒരു ലൈറ്റിന് മാച്ച് സ്റ്റിക്ക് വെച്ചാൽ വുഡ് കത്തുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ക്യാച്ചസ് ഫയർ ഈസ് കാൾഡ് ഇറ്റ്സ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഒരു വസ്തു തീ പിടിക്കാൻ പറ്റിയ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പം വുഡ് ആണെങ്കിൽ വുഡ് തീ പിടിക്കാനുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിന് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ആ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ എന്താകും അത് തീ പിടിക്കും. അതുപോലെ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. മാച്ച് സ്റ്റിക്കിനുള്ളതും അതുപോലെ കെറോസിൻ ഓയിൽ, പെട്രോൾ, ഡീസൽ അതിനൊക്കെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്രത്തോളം തീ പിടിക്കാൻ പറ്റിയ ലോവസ്റ്റ് ടെമ്പറേച്ചറോ അതിനാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇഗ്നിഷൻ ടെമ്പറേച്ചറിന് മുകളിൽ എന്താകും അത് തീ പിടിക്കും. ഇവിടെ ചോദിക്കുന്നത് റൂം ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് മാച്ച് സ്റ്റിക്ക് തീ പിടിക്കാത്തത്. അതേസമയം ചെറിയൊരു തീപ്പൊരി എന്താകുന്നു നമ്മൾ കെറോസിൻ ഓയിലിലേക്ക് ഇട്ടാൽ എന്താകും പെട്ടെന്ന് കത്തിപ്പിടിക്കും. അത് എന്തുകൊണ്ടാണ്? അപ്പം വുഡ് അതേസമയം നിങ്ങൾ ചെറിയ തീപ്പൊരി ഒരു വുഡിലേക്ക് ചെറിയ മാച്ച് സ്റ്റിക്കിൻ്റെ കഷ്ണം എന്നൊക്കെ കത്തിച്ചാൽ പെട്ടെന്ന് കത്തില്ല. അതേസമയം എന്താകും കെറോസിനാൽ പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി വുഡിലെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്താണ് അത്രയ്ക്ക് ഇല്ല. എന്തിൻ്റെ നമ്മുടെ കെറോസിൻ ഓയിലിൻ്റെ പെട്ടെന്ന് തീ പിടിക്കും. അതേസമയം വുഡിൻ്റെ എന്താകില്ല അത്രയ്ക്ക് തീ പിടിക്കില്ല. അപ്പോൾ രണ്ടും വ്യത്യാസമാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓരോ വസ്തുവിൻ്റെ എന്താകും ഇഗ്നിഷൻ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ഓരോന്നിൻ്റെ മാച്ച് സ്റ്റിക്ക് ആണെങ്കിലും കെറോസിൻ ഓയിലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഓരോന്നിനും എന്താകും വ്യത്യസ്തമായിരിക്കും ഇഗ്നിഷൻ ടെമ്പറേച്ചർ. പിന്നെ അതുപോലെ ഒരു വസ്തു ഏത് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണെങ്കിലും അതിന് ഇഗ്നിഷൻ ടെമ്പറേച്ചർ താഴെയാണെങ്കിൽ ഒരിക്കലും എന്താവില്ല പെട്ടെന്ന് തന്നെ തീ പിടിക്കില്ല. ഇഗ്നിഷൻ ടെമ്പറേച്ചർ മുകളിലാണെങ്കിൽ എന്താകുള്ളൂ അത് തീ പിടിക്കുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളിവിടെ ഒരു എക്സാമ്പിൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ചെറിയ പെട്ടിക്കോളത്തിൽ മാച്ച് സ്റ്റിക്കിനെ കുറിച്ചുള്ള ഹിസ്റ്ററി പറയുന്നുണ്ട്. പണ്ട് കാലത്ത് മാച്ച് സ്റ്റിക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഹിസ്റ്ററിയാണ്.
എന്നിട്ട് നമ്മൾ പൊടി തട്ടിയെടുക്കണം. 500 വർഷങ്ങൾക്ക് മുമ്പ് മാച്ച് സ്റ്റിക്ക് എന്നുള്ള ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജനങ്ങളൊക്കെ പൈൻ വുഡിൻ്റെ പീസുകൾ, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എന്താക്കും, സൾഫറിൽ എന്താക്കും മുക്കിയിട്ട്, സൾഫറിൽ നനച്ച് പിടിച്ചിട്ടാണ് പഴയ കാലം 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളൊക്കെ കത്തിച്ചിരുന്നത്. പിന്നെ ശേഷം മോഡേൺ ഇന്നത്തെ സേഫ്റ്റി മാച്ച് സ്റ്റിക്ക് ഉണ്ടാവും. അത് നിലവിൽ വരുന്നത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുപയോഗിക്കുന്ന മിക്സ്ചർ ഓഫ് ആൻറ്റിമണി ട്രിസൾഫൈഡ്, പൊട്ടാസ്യം ക്ലോറൈറ്റ്, വൈറ്റ് ഫോസ്ഫറസ് ആയിരുന്നു. വിത്ത് സം ഗ്ലൂ ആൻഡ് സ്റ്റാർച്ച് വാസ് അപ്ലൈഡ് ഓൺ ദ ഹെഡ് ഓഫ് മാച്ച് മെയ്ഡ് ഓഫ് സ്യൂട്ടബിൾ വുഡ്. നിങ്ങൾ യൂട്യൂബ് ഇത് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ കാണും അതിൻ്റെ ചെറിയ വുഡ് കഷ്ണങ്ങളൊക്കെ പീസാക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് അതിലേക്ക് പൊട്ടാസ്യം ക്ലോറൈറ്റ്, വൈറ്റ് ഫോസ്ഫറസ്, അതുപോലെ ആൻറ്റിമണി ട്രിസൾഫൈഡ് അല്ലേ, ഇതിൻ്റെ മിക്സ്ചർ ചെറിയ ഗ്ലൂ ചെയ്തിട്ട് അതിൻ്റെ മാച്ചിൻ്റെ ഹെഡിൽ എന്താകുന്നു അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഏതെന്ന് വെച്ചാൽ വൈറ്റ് ഫോസ്ഫറസ് ആണ്. അതിന് റഫ് സർഫേസിൽ ഒന്ന് ചെറിയ ഉരതിയാൽ തന്നെ എന്താകും, വൈറ്റ് ഫോസ്ഫറസ് നന്നായിട്ട് ഇഗ്നിഷൻ ചെയ്യും, നന്നായിട്ട് കത്തും. ചെറിയ ഒരു ഫ്രിക്ഷൻ ഒരു ഹീറ്റിൻ്റെ ഫ്രിക്ഷൻ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കത്തും. അപ്പോൾ അതിൻ്റെ അത്ര ഡേഞ്ചറസ് ഉണ്ടായ കാരണത്താൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്താക്കുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ സേഫ്റ്റി മാച്ച് സ്റ്റിക്ക് ആക്കുന്നു. അതായത് ഹെഡ് ഓഫ് സേഫ്റ്റി മാച്ചിൻ്റെ ഹെഡ്, അതായത് തലഭാഗം എന്താക്കുന്നു ഒന്നുകൂടി നന്നാക്കിയിട്ട്, അതായത് അതിൽ വൈറ്റ് ഫോസ്ഫറസ് ഒഴിവാക്കി. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മാച്ച് സ്റ്റിക്കിൽ ഉപയോഗിക്കുന്നത് ആൻറ്റിമണി ട്രിസൾഫൈഡ്, അതുപോലെ പൊട്ടാസ്യം ക്ലോറൈറ്റ്, അതുപോലെ റബ്ബിംഗ് സർഫേസ് ആസ് പൗഡേർഡ് ഗ്ലാസ് ആൻഡ് ലിറ്റിൽ റെഡ് ഫോസ്ഫറസ്. അത് നമ്മൾ റബ്ബ് ചെയ്യുന്ന സ്ഥലത്ത് എന്താകുന്നു ഗ്ലാസിൻ്റെ പൗഡറുകളും അതുപോലെ ചെറിയ രീതിയിലുള്ള റെഡ് ഫോസ്ഫറസുമായിരുന്നു. റെഡ് ഫോസ്ഫറസും ചെറിയ രീതിയിൽ തന്നെ ഡേഞ്ചറസ് ആണ്. ആ സമയത്ത് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈറ്റും ട്രിസൾഫൈഡും ആൻറ്റിമണി ട്രിസൾഫൈഡ് മാത്രമേ ഉള്ളൂ. മറ്റേ മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ വൈറ്റ് ഫോസ്ഫറസ് ഉണ്ടായിരുന്നു. അത് ചെറിയ എവിടെയും ഹീറ്റുള്ള ചെറിയൊരു ഫ്രിക്ഷനുള്ള ഭാഗത്ത് പെട്ടെന്ന് കത്തും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റബ്ബിംഗ് സർഫേസിൽ ചെറിയ ഗ്ലാസ് പൗഡറും അതുപോലെ റെഡ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ മാച്ച് റബ്ബിംഗ് സർഫേസിൽ ഒന്ന് സ്ട്രക്ക് ചെയ്താൽ തന്നെ റെഡ് ഫോസ്ഫറസ് ഉണ്ടാകുന്നു, വൈറ്റ് ഫോസ്ഫറസ് കൺവേർട്ടായി അത് കത്തുന്നു. അപ്പോൾ ഇന്നത്തെ മാച്ച് സ്റ്റിക്കുള്ള വസ്തുക്കളൊക്കെ ഇതാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ആക്ടിവിറ്റി 6.4 അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. 2 ക്യാൻഡിൽ കത്തിക്കുക, അതുപോലെ 2 പേപ്പർ എടുക്കുക. ഒരു പേപ്പറിൽ വെള്ളം നിറക്കുക, 50 ml കുറച്ച് വെള്ളം നിറക്കുക, മറ്റതിൽ വെള്ളം നിറക്കാത്തത്. എന്നിട്ട് രണ്ടും കത്തുന്നത് നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക. എന്താണ് എംറ്റി പേപ്പർ സംഭവിക്കുന്നത്, എന്താണ് വെള്ളം നിറച്ച പേപ്പറിന് സംഭവിക്കുന്നത്. അവിടെ പറയുന്നത് നമ്മൾ ഹീറ്റിലെ ആ കപ്പ് ഹീറ്റ് ചെയ്യാൻ അങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വെള്ളം എന്താകും, തിളക്കും അല്ലേ. നമ്മൾ പാത്രങ്ങളിലൊക്കെ വെള്ളം വെച്ചാൽ തിളക്കുമല്ലോ. അപ്പം അവിടെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ അതിലുള്ള വെള്ളം തിളക്കുന്നത്, എങ്ങനെയൊക്കെ അതിൻ്റെ ഫിനോമിനയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഹീറ്റ് സപ്ലൈഡ് ടു ദ പേപ്പർ കപ്പ് ഈസ് ട്രാൻസ്ഫർ ടു വാട്ടർ ബൈ കണ്ടക്ഷൻ. നമ്മൾ ആ പേപ്പറിലെ ഹീറ്റ് എന്താകുന്നു, പേപ്പർ കപ്പിലുള്ള ഹീറ്റ് എന്താകുന്നു, കണ്ടക്ഷൻ മുഖേന വാട്ടറിലേക്ക് എന്താകുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ വാട്ടറിൻ്റെ പ്രസൻസിൽ എന്താകുന്നു, ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് പേപ്പർ ഈസ് നോട്ട് റീച്ചഡ്. പേപ്പറിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തുന്നില്ല. അങ്ങനെ അതുകൊണ്ട് പേപ്പർ എന്താവില്ല, കത്തിപ്പോകുന്നില്ല. ശരിക്കും പേപ്പർ എന്താവും, നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തിയാൽ എന്താവും, കത്തും. അതിൽ വെള്ളം ഉണ്ടായ കാരണത്താൽ എന്താവില്ല, അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തൂല. ആ കണ്ടക്ഷൻ മുഖേന വെള്ളം ചൂടാവുകയും ചെയ്യും. നമുക്ക് മനസ്സിലായി ഉണ്ടാവും. നമ്മൾ പേപ്പറിൽ വെള്ളം നിറച്ച് കത്തിച്ചാൽ ശരിക്കും പേപ്പർ പെട്ടെന്ന് തന്നെ കത്തും. പക്ഷെ അതിൽ വെള്ളം നിറച്ചാൽ എന്താകും, വെള്ളം ഉണ്ടായിരിക്കെ പേപ്പറിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തുകയില്ല. ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്താത്തതുകൊണ്ട് തന്നെ പേപ്പർ കത്തിപ്പോകില്ല. ആ സമയത്ത് എന്താവും, വെള്ളം കണ്ടക്ഷൻ മുഖേന എന്താവും, ചൂടാവും.
The substance which have very low ignition temperature and can easily catch fire with a flame are called inflammable substance. വളരെ ചെറിയ ഇഗ്നിഷൻ ടെമ്പറേച്ചറും അതുപോലെ പെട്ടെന്ന് തീ പിടിക്കാൻ പോകുന്ന വസ്തുക്കളാണെങ്കിൽ അതിന് ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. നമ്മൾ പെട്രോൾ ഡീസലൊക്കെ അല്ലേ, അതിന് വളരെ ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് കത്തിപ്പോകും ചെയ്യും. നമ്മൾ കെറോസിൻ ഓയിലൊക്കെ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊരു തീപ്പൊരി മതി, അപ്പോൾ അതിന് കത്തിപ്പോവും. അതിനാണ് ഇൻഫ്ലമബിൾ സബ്സ്റ്റൻസ്. എക്സാമ്പിൾ ഓഫ് ഇൻഫ്ലമബിൾ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഇൻഫ്ലമബിൾ സബ്സ്റ്റൻസ് ധാരാളമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. എന്നാൽ ഇതിൽ കുറച്ച് ഉദാഹരണം പറയാം. പെട്രോൾ, ആൽക്കഹോൾ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG, ഇതൊക്കെ ചെറിയ രീതിയിലുള്ളൊരു തീപ്പൊരി തട്ടിയാൽ തന്നെ കത്തിപ്പോവും. അപ്പോൾ അതിനാണ് ഇൻഫ്ലമബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇനി കത്തിയാൽ, പെട്ടെന്ന് കത്തിപ്പിടിച്ചാൽ, പെട്രോൾ പമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇവിടെ പെട്രോളാണ്, അപ്പോൾ ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ എന്തോ കത്തിപ്പോവും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊക്കെ തീ പിടിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഫയറിനെ കൺട്രോൾ ചെയ്യുക? നമ്മൾ പല വീട്ടിലും ഷോപ്പുകളിലൊക്കെ തീ പിടിക്കുന്നത് പത്രത്തിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ആ തീപിടുത്തത്തെ അല്ലെങ്കിൽ അഗ്നിബാധയെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ എന്താകും, അങ്ങനെ തീ പിടിച്ചാൽ എന്താകും, ഫയർ ഫോഴ്സ് വരുന്നു, അവരെന്താക്കുന്നു, വെള്ളം തെളിക്കുന്നു അല്ലേ, ശക്തമായ രീതിയിലുള്ള വാട്ടർ എന്താകുന്നു, പ്രസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം എന്താകുന്നു, വെള്ളം ഒഴിക്കുന്ന കാരണത്താൽ എന്താകും, തീ കെട്ട് പോകുന്നു. എന്താ കാരണം വെച്ചാൽ വാട്ടർ കൂൾസ് ദ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ സോ ദാറ്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഇസ് ബ്രോഡ് ബിലോ ഇറ്റ്സ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. വെള്ളം എന്താകുന്നു, ആ കമ്പസ്റ്റബിൾ മെറ്റീരിയലിന് മേലെ ഒഴിക്കുന്നു. ആ സമയത്ത് അത് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നു, അങ്ങനെ ആ തീ അണഞ്ഞു പോകുന്നു. ദിസ് പ്രിവെൻറ്റ്സ് ദ ഫയർ ഫ്രോം സ്പ്രെഡിങ്. അപ്പോൾ അങ്ങനെ ആ സമയത്തിൽ എന്താകും, ഫയർ സ്പ്രെഡ് ആവുന്നിട്ട് നമുക്ക് എന്താക്കാം, പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചാൽ എന്താക്കാം, നമുക്ക് തീ അണക്കാൻ സാധിക്കും. അതേസമയം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഇവിടെ ചെറിയൊരു ഇത് പറയുന്നുണ്ട്, യു ഹാവ് ലേൺ ദാറ്റ് ദർ ആർ 3 essential requirements ഫോർ പ്രൊഡ്യൂസിങ് ഫയർ. തീ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട 3 റിക്വയർമെൻറ്റ്സ്, തീ പിടിക്കാൻ സാധ്യത എന്തുകൊണ്ടൊക്കെയാണ്? ഒന്ന് ഫ്യുവൽ ഉണ്ടാവും അല്ലേ, ഫ്യുവൽ, എയർ ഉണ്ടാകും, അതായത് ഇന്ധനം ഉണ്ടാകും, അതായത് തീ പിടിക്കാനുള്ള പെട്രോൾ, ഡീസൽ, എന്തെങ്കിലും വസ്തുക്കൾ. അതുപോലെ എയർ, അതായത് ഓക്സിജൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. അതുപോലെ ഹീറ്റ്, ഇതൊക്കെ കൂടി ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് തീ പിടിക്കുന്നത്. അപ്പോൾ ഈ തീപിടുത്തം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഈ വസ്തുക്കൾ ഏതെങ്കിലും ഒഴിവാക്കിയാൽ എന്തൊക്കെ തീപിടുത്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ തീ പിടിച്ച് കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ, കൺട്രോൾ ചെയ്യാനൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അതേസമയം തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാകും ഫയർ എക്സ്റ്റിങ്ഗ്വിഷറുകൾ. അതായത് നമ്മുടെ പെട്രോൾ, ഡീസൽ, ഇതിലേക്കൊക്കെ പെട്രോൾ ഡീസലൊക്കെ എന്താണ്, ഓയിലാണ്. നമ്മൾ കഴിഞ്ഞ കോളൻ പെട്രോളിയത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചാൽ എന്താകും, അപ്പോഴും അതിൻ്റെ തീ അണഞ്ഞ പോലെ. കാരണം എന്താകുന്നു, വെള്ളത്തിൻ്റെ മുകളിലാണ് ഓയിൽ കിടക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്, ആദ്യം ഗ്യാസ് ആയിരിക്കും, പിന്നെ അതിൻ്റെ താഴെ ഓയിൽ, പിന്നെ വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഓയിൽ പൊങ്ങിക്കിടന്ന് അവിടെ അങ്ങനെ കത്തും, പെട്രോളും ഡീസലൊക്കെ ആണെങ്കിൽ. ആ സമയത്ത് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? അത് തീ അണക്കാൻ വെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം വെള്ളം താഴെ പോകും, മുകളിൽ കത്തിക്കൊണ്ടേയിരിക്കും. ആ സമയത്താണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ഗ്വിഷർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലുകൾ, അതുപോലെ പെട്രോൾ പമ്പിലൊക്കെ ധാരാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇവിടെ ചെറിയൊരു കാര്യം പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഫയർ എക്സ്റ്റിങ്ഗ്വിഷർ ഈസ് വാട്ടർ അല്ലേ. ഏറ്റവും കോമൺ ആയ ഫയർ എക്സ്റ്റിങ്ഗ്വിഷർ വെള്ളം തന്നെയാണ്. പക്ഷേ വുഡ്, പേപ്പർ ഇതുപോലെയൊക്കെ തീ പിടിക്കുന്ന സമയത്താണ് നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതേസമയം ഇലക്ട്രിക് എക്യുപ്മെൻറ്റുകൾ ഇപ്പോൾ തീ പിടിക്കുകയാണെങ്കിൽ എന്താകും, അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടും അല്ലേ. വെള്ളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹാം ദോസ് ട്രെയിൻ ടു ഡസ് ദ ഫയർ അല്ലേ.
തീപിടുത്തം അവസാനിപ്പിക്കുക, തീ കെടുത്താൻ ശ്രമിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ വാർത്ത ചിത്രത്തിൽ തന്നെ പറഞ്ഞു, ഒരു പേപ്പറും വെള്ളം കണ്ടക്ഷൻ മുഖേന അത് ചൂടാവെന്ന് പറഞ്ഞു. അപ്പോൾ അതിലും എന്താകുന്നു, ഇലക്ട്രിക് എക്യുപ്മെൻ്റൊക്കെ തീ പിടിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചാൽ എന്താകും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ആ തീ ഒഴിവാക്കുന്ന ആൾക്ക് എന്താകുന്നു, ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാകും. ആ അവസരത്തിൽ വെള്ളം ഒരിക്കലും ഈ തീപിടുത്തത്തിൽ ഇലക്ട്രിക് എക്യുപ്മെൻ്റൊക്കെ തീ പിടിച്ചാൽ അല്ലെങ്കിൽ പെട്രോളൊക്കെ തീ പിടിച്ചാൽ ഒരിക്കലും വാട്ടർ സ്യൂട്ടബിൾ ആയ വസ്തുവല്ല. ആ അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അതായത് അതിൽ ഫോർ ഫയർസ് ഇൻവോൾവ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് ആൻഡ് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ലൈക്ക് പെട്രോൾ. അങ്ങനെയൊക്കെ ഈ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ ഇതൊക്കെ തീ പിടിക്കുന്ന അവസ്ഥ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ബെസ്റ്റ് എക്സ്റ്റിങ്ക്വിഷർ. ആ സമയത്ത് നമുക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം ബീങ് ഹെവിയർ ദാൻ ഓക്സിജൻ കവേഴ്സ് ദ ഫയർ ലൈക്ക് എ ബ്ലാങ്കറ്റ്. കാരണം അവിടെ പറഞ്ഞ ഫ്യൂവലും ഓക്സിജനും ഹീറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജനേക്കാളും അതിനെ റീകവർ ചെയ്താൽ, കാർബൺ ഡൈ ഓക്സൈഡ് കവർ ചെയ്താൽ എന്താകും, ഒരു ബ്ലാങ്കറ്റ് പോലെ മൂടിയാൽ അവിടുത്തെ ആ ഓക്സിജനെ ഒഴിവാക്കാൻ സാധിക്കും. ആ സമയത്ത് എന്താകുന്നു, നമുക്ക് തീ അണക്കാൻ സാധിക്കും. സിൻസ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ ഇസ് കട്ട് ഓഫ്. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ നീങ്ങി. ആ സമയത്ത് ഫ്യൂവലും ഓക്സിജനുള്ള ആ കോണ്ടാക്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ദ അഡ്വാൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദാറ്റ് ഇൻ മോസ്റ്റ് കേസ് ഡസ് നോട്ട് ഹാം ദ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്. ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, കേടുവരുത്തില്ല ഈ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എങ്ങനെ സപ്ലൈ ചെയ്യുക, അത് നമുക്ക് മനസ്സിലായി. ഇവിടെ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഹൈ പ്രഷർ ആസ് എ ലിക്വിഡ് ഇൻ സിലിണ്ടറുകൾ ഹൈ പ്രഷറായിട്ട് ലിക്വിഡ് ആക്കിയിട്ട് അവകളെ സ്റ്റോർ ചെയ്യാറുണ്ട്. നമ്മൾ എൽ പി ജി ഒക്കെ നമ്മൾ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് പോലെ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ അത് നമ്മൾ എൽ പി ജി ഗ്യാസ് നമ്മൾ റിലീസ് ചെയ്യുന്നത് പോലെ ഇതും റിലീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പാൻഡ് ചെയ്യുന്നു, അന്തരീക്ഷം കൂൾ ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ആ തീയിന് മുകളിൽ ഒരു ബ്ലാങ്കറ്റ് പോലെ രൂപാന്തരപ്പെടുകയും ഓക്സിജനും ഫ്യൂവലുമായിട്ട് കോണ്ടാക്റ്റ് കട്ട് ചെയ്യുന്നു. ശേഷം അവിടെ എന്താക്കും, തീ അണക്കുന്നു. അതുപോലെ ഇനി നമ്മൾ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കാനുള്ള പല സെറ്റപ്പുകളും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ പല മോഡലിലുണ്ടാവും. നിങ്ങൾ ശരിക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫയർ എക്സ്റ്റിങ്ക്വിഷർ വാട്ടറായിട്ടുണ്ടാവും, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇന്ന് ഇതോടെ അവസാനിപ്പിക്കാം. ഇവിടെ കുറച്ചുകൂടി പറയാം നമുക്ക്. നോട്ടീസ് ദാറ്റ് ദ ഫ്യൂവൽ ഈസ് in the most cannot be eliminated. For instance, a building catches fire, that whole building is fuel. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു വലിയ ബിൽഡിംഗ് തീ പിടിച്ചാൽ നമ്മൾ ഉപയോഗിക്കുക, ഇതുപോലുള്ള വസ്തുക്കൾ തന്നെ. ഒന്നെങ്കിൽ വെള്ളം കൊണ്ട് തീ അണക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. ഇലക്ട്രിക് എക്യുപ്മെൻ്റ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പഠിച്ചത് എന്താണ് കമ്പഷൻ എന്ന് പഠിച്ചു. അതുപോലെ കമ്പസ്റ്റിബിൾ മെറ്റീരിയൽസ് ഫ്യൂവൽസിനെ കുറിച്ച് പഠിച്ചു. ഇഗ്നിഷൻ ടെമ്പറേച്ചർ, ഒരു കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് ഏറ്റവും പെട്ടെന്ന് തീ പിടിക്കുന്ന അറ്റ് ലോവസ്റ്റ് ടെമ്പറേച്ചറിനാണ് നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. അതുപോലെ നമ്മൾക്ക് എങ്ങനെ ഫയർ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളെ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.